നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഗ്രിസ്റ്റാക്കിലേക്കുള്ള രജിസ്ട്രേഷനെ കുറിച്ചാണ്. അതായത് PM കിസാൻ, വിള ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരും അല്ലാത്തതുമായ കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിലേക്ക് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ കൃഷിഭവനുകളിലെല്ലാം അതിനുവേണ്ടിയുള്ള വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുവരെ കൃഷിഭവനുകളിലൂടെ ഒഫീഷ്യൽ ആയി മാത്രമേ രജിസ്ട്രേഷന് കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് സ്വയം ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം ഇത് ചെയ്യാൻ. പറയാൻ കാരണം കുറച്ച് റിസ്ക്കാണ്. കാരണം സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ തെറ്റാതെ ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം സ്വന്തമായി ചെയ്താൽ മതി. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരാളുടെ പോലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതാകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സംശയമുള്ള കാര്യങ്ങൾ കൃഷിഭവനുമായോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരുമായോ സംശയം തീർത്തതിന് ശേഷം മാത്രം ഫിൽ ചെയ്താൽ മതി. ഓക്കെ, എന്താണെങ്കിലും അത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അഗ്രിസ്റ്റാക്ക് എന്താണെന്നും എന്തിനാണെന്നുമൊക്കെ അറിയണമെന്നുള്ളവർ നമ്മുടെ മുൻ വീഡിയോകൾ കണ്ടാൽ മതി. ഇനി നമുക്ക് ഗൂഗിളിലേക്ക് പോകാം. ഗൂഗിളിൽ അഗ്രിസ്റ്റാക്ക് കേരള രജിസ്ട്രി എന്ന് സെർച്ച് ചെയ്യുക. ഉടനെ കേരള ഫാം രജിസ്ട്രി അഗ്രിസ്റ്റാക്ക് എന്ന ലിങ്ക് ഓപ്ഷൻ വരും. ആ ലിങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ സൈറ്റിലെത്തും. അവിടെ ലോഗിൻ ആസ് ഒഫീഷ്യൽ ഫാർമർ എന്നീ 2 ഓപ്ഷനുകളുണ്ട്. ആദ്യം ഇതിലെ ഒഫീഷ്യൽ മാത്രമേ എനേബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫാർമർ എന്ന ഓപ്ഷനും എനേബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഫാർമർ എന്ന ഓപ്ഷനിൽ തൊടുമ്പോൾ ആ പച്ച നിറം ഇപ്പുറത്തേക്ക് മാറും. അതിനുശേഷം നേരത്തെ അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടായത് കാരണം നേരെ താഴേക്ക് പോകുക. ഏറ്റവും അടിയിലായി ക്രിയേറ്റ് ന്യൂ യൂസർ അക്കൗണ്ട് എന്ന് പച്ച നിറത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെരിഫിക്കേഷനുള്ള പേജ് വരും. മുകളിലായി എൻ്റർ യുവർ ആധാർ നമ്പർ എന്നിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടു താഴെയായി ചുവന്ന അക്ഷരത്തിൽ വെരിഫിക്കേഷൻ പെൻഡിങ് എന്ന് വരും. അത് കാര്യമാക്കണ്ട. നേരെ താഴെ പോയി പച്ച നിറത്തിലുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ OTP കൊടുക്കാനുള്ള പേജ് വരും. നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്കാണ് OTP വരിക. വന്ന OTP നമ്പർ എൻ്റർ OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യുക. OTP വന്നിട്ടില്ലെങ്കിൽ റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ടു താഴെയുണ്ട്. ഇനി OTP വരാത്ത ആളുകളുണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് തൊട്ടു മുമ്പിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. OTP പെട്ടെന്ന് തന്നെ എൻ്റർ ചെയ്യണം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി വെരിഫൈ എന്ന പച്ച ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങിയ, അതായത് ആധാർ നമ്പർ, പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേജ് വരും. താഴെയായി പ്രൊവൈഡ് മൊബൈൽ നമ്പർ ടു ലിങ്ക് വിത്ത് അഗ്രിസ്റ്റാക്ക് പ്ലാറ്റ്ഫോം എന്ന് കാണാം. അതിന് തൊട്ട് താഴെ എൻ്റർ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യണം. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ കിസാൻ സമ്മാൻ നിധിയിലും ആധാർ കാർഡിലുമൊക്കെ കൊടുത്തിട്ടുള്ള അതേ ഫോൺ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു OTP വരും. OTP കൊടുക്കാനുള്ള ഒരു പോപ്പപ്പ് വരും. അവിടെ എൻ്റർ OTP എന്ന കോളത്തിൽ വന്ന OTP ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വെരിഫൈഡ് ഓക്കെ എന്ന് പറഞ്ഞ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് വരും. മുകളിലായി നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടാകും. താഴെയായി സെറ്റ് പാസ്വേഡ് എന്ന് കാണാം. നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും നമ്പറുകളും സിമ്പിൾസും ഒക്കെ വെച്ച് സ്ട്രോങ് ആയ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് എഴുതി വെക്കുകയും വേണം കേട്ടോ. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്ന കോളത്തിൽ അതേ പാസ്വേഡ് ഒരു തവണ കൂടി ടൈപ്പ് ചെയ്യുക. ശേഷം ക്രിയേറ്റ് മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് വരും. അതിൽ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇനി നമുക്ക് ഫ്രണ്ട് പേജിലേക്ക് പോകാം. ഫാർമർ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് പച്ച നിറം ഫാർമറിലേക്ക് മാറ്റുക. തൊട്ടു താഴെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള സ്ഥലത്ത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ 2 ബട്ടണുകൾ കാണാം, പാസ്വേഡ്, OTP. അതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. പാസ്വേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുത്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ക്യാപ്ച എൻ്റർ ക്യാപ്ച എന്ന കോളത്തിൽ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേജ് വരും. അതിനടിയിലായി രജിസ്റ്റർ ആസ് ഫാർമർ എന്ന് കാണാം. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇനിയുള്ള ഭാഗം തെറ്റുകൂടാതെ ചെയ്യാൻ കഴിയുമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി. കാരണം സ്ഥലവുമായി ബന്ധപ്പെട്ട റീസർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, ഭൂമിയുടെ തരം തുടങ്ങിയ നമുക്ക് കൂടുതൽ പരിചയമല്ലാത്ത കാര്യങ്ങളൊക്കെ വരും. കൃഷിഭവനിലോ അക്ഷയ സെൻറ്ററിലോ പോകുന്നതാണ് ഉചിതമെന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. ഞാൻ കാരണം ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ഓക്കെ, ചെയ്യണമെന്നുള്ളവർ രജിസ്റ്റർ ആസ് ഫാർമറിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പ് വരും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ മാറ്റണോ എന്നാണ് ചോദിക്കുന്നത്. ഫോൺ നമ്പർ ഇപ്പോൾ കൊടുത്തല്ലേ ഉള്ളൂ, അപ്പോൾ മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് നോ കൊടുക്കുക. മാറ്റണം എന്നുള്ളവർക്ക് യെസ് കൊടുക്കാം കേട്ടോ. പുതിയ പേജ് വരും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്ന എല്ലാറ്റിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പേര് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, കാസ്റ്റ് കാറ്റഗറി ചോദിക്കുന്നുണ്ട്, ലാൻഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്, ഓണർഷിപ്പ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്, അതുപോലെ കരമടച്ച റെസിപ്റ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക. അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ കാര്യം മനസ്സിലാകും. പരമാവധി കൃഷിഭവനിലോ അക്ഷയ സെൻറ്ററിലോ പോയി ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൂർത്തിയാക്കാം. അത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.